അങ്ങനെ KVN പ്രൊഡക്ഷൻസ് അവരുടെ യൂട്യൂബ് ചാനലിൽ ഒഫീഷ്യലായിട്ടൊരു വീഡിയോ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് അപ്ഡേറ്റ് കൊടുത്തിരിക്കുകയാണ്. ദളപതി 69 അപ്ഡേറ്റ് ആണ്. ദളപതി 69 അപ്ഡേറ്റ് ഇന്ന് 5 മണിക്ക് വരുമെന്ന് പറഞ്ഞു. ആ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നാളെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ആണ് വൈകുന്നേരം 5 മണിക്ക്. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയൊരു സങ്കടകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ KVN പ്രൊഡക്ഷൻസ് അവരുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ആയിട്ടാണ്, ഓൾമോസ്റ്റ് ഒരു 4-5 മിനിറ്റ് ഡ്യൂറേഷൻ വരുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ശരിക്കും നമുക്കെല്ലാവർക്കും ഭയങ്കര ഇമോഷണലി ടച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. വീഡിയോ എന്ന് പറയുമ്പോൾ വൺ ലാസ്റ്റ് ടൈം എന്ന് പറഞ്ഞിട്ടുള്ളതാണ് വീഡിയോ തുടങ്ങുന്നത്. അതായത് ദളപതി 69 കൂടിയിട്ട് ദളപതി വിജയ് അഭിനയം താൽക്കാലികമായിട്ട് എന്നാണ് കേട്ടിട്ടുള്ളത്, താൽക്കാലികമായിട്ട് നിർത്തിയിട്ട് പൊളിറ്റിക്സിലേക്ക് പൂർണ്ണമായിട്ട് ഇറങ്ങാൻ പോവാണ് എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടിരുന്നു. സോ ദളപതി 69 ആയിരിക്കും അവസാന ചിത്രം. സോ അതുകൊണ്ട് തന്നെ ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് KVN പ്രൊഡക്ഷൻസ് ആണ്. അവർ കർണാടക ബേസ്ഡ് ചെയ്തിട്ട് ഫണ്ടിങ്ങും അതേപോലെ കാര്യങ്ങളും സിനിമയ്ക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വലിയ കമ്പനിയാണ്. യഷിന്റെ അടുത്ത് വരാൻ പോണ സിനിമയ്ക്ക് അവരാണ് ചെയ്യണത്. ഒരു ബിഗ് ജെയിന്റ് കോർപ്പറേറ്റ് കമ്പനി തന്നെയാണെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അപ്പൊ അവരാണ് ദളപതി 69 പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആരാണ് ഡയറക്ടർ ആവുക എന്നുള്ള ഒരുപാട് സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഒഫീഷ്യലായിട്ട് അപ്പോൾ നാളത്തോടുകൂടി അത് അറിയാൻ പറ്റും. വിനോദ് തന്നെയായിരിക്കും ഡയറക്ടർ ആവുക. മ്യൂസിക് ആയിട്ട് അനിരുദ്ധ്, അതുപോലെ തന്നെ സത്യൻ സൂര്യനാണ് DOP ചെയ്യാം. സോ അവർ അതിൻ്റെ ഒരു വീഡിയോ, അനൗൺസ്മെന്റ് വീഡിയോയുടെ ഭാഗമായിട്ട് ഒരു ലാസ്റ്റ് ടൈം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇറക്കി. ശരിക്കും ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇമോഷണലി വിഷമം തോന്നും. കാരണം നമ്മളൊക്കെ ഓർമ്മ വെച്ച കാലം, നമ്മുടെ ഒരു 90s കിഡ്സ് ആണ് ഞാനൊക്കെ. നമ്മുടെയൊക്കെ ഓർമ്മ വെച്ച കാലം മുതൽ കാണുന്നതാണ് ഒരു വിജയ് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ലൈഫിന്റെ ഒരു ഭാഗമാണ്. ഞാൻ ഇന്നലെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ആദ്യമായി തിയേറ്ററിൽ സിനിമ കാണുന്നത് ഖുഷി പടമാണ്. ഖുഷി അവിടം തൊട്ട് കുറേ സിനിമകൾ, ഇടയ്ക്കൊക്കെ ചില സിനിമകളൊക്കെ മിസ്സായിട്ടുണ്ടെങ്കിൽ പിന്നീട് അവിടം തൊട്ട് ഒരുപാട് സിനിമകൾ തിയേറ്ററിൽ കണ്ടുവന്നിട്ടുള്ളതാണ്. ഒരു വിജയ് സിനിമ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അടി ഇടി പാട്ട് കുത്ത്, എന്താ പറയുക, ശരിക്കും ഒരു സെലിബ്രേഷൻ എന്താണോ ആ ഒരു സെലിബ്രേഷൻ മൂഡ് തരുന്നൊരു ഏക നടന്ന് പറഞ്ഞുള്ളത് ദളപതി വിജയാണ്. MGR ആയിരുന്നു, പിന്നെ അത് ശിവാജി ഗണേശനായി, രജനികാന്തായി. രജനികാന്തിന് ശേഷം അത് ദളപതി വിജയ് എന്നായിരുന്നു നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നത്. അതേ അക്ഷരാർത്ഥത്തിൽ അത് ചെയ്യിക്കുന്ന രീതിയിൽ തന്നെയാണ്. ഇളയ ദളപതി വിജയ് ആയിരുന്നു, പിന്നീട് അത് ദളപതി വിജയായി. നമ്മുടെയൊക്കെ മനസ്സിൽ അത്രമാത്രം സ്ഥാനമുണ്ട്. നമ്മുടെ മാത്രമല്ല മൊത്തം ജനങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഒരു അണ്ണൻ എന്ന് പറയുന്ന ഒരു സ്നേഹമാണ്, ചേട്ടൻ എന്ന് പറയുന്ന ഒരു സ്നേഹമാണ്. സോ അത്രമാത്രം ഇമോഷണലി അല്ലെങ്കിൽ മലയാളികൾ ഇത്രമാത്രം ഇമോഷണലി സ്നേഹിച്ചിട്ടുള്ള ഒരു അന്യദേശ താരം ഉണ്ടാവില്ല. ആ ലെവലിലുള്ള സ്നേഹം നമുക്കുണ്ട്. ഇപ്പൊ സ്വന്തം നാട്ടിലെ ആൾക്കാരുടെ കാര്യം പറയണ്ടല്ലോ. സോ അവർ ആ വീഡിയോയില് തമിഴ്നാട്ടിലും കേരളത്തിലും ആന്ധ്രയിലൊക്കെ ആൾക്കാരുടെ സ്നേഹം ശരിക്കും എടുത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ വീഡിയോയിൽ പറയുന്നുണ്ട് വൺ ലാസ്റ്റ് ടൈം എന്ന് പറഞ്ഞിട്ട് ദളപതി 69 നാളെ അനൗൺസ്മെന്റ് ആണെന്നുള്ളത്. ശരിക്കും ഇമോഷണലി നമുക്ക് ടച്ച് ചെയ്ത് പോകും. അപ്പോൾ ഫ്യൂച്ചർ നമ്മളിങ്ങനെ ആലോചിക്കുകയാണ്. അതായത് ഭാവിയിൽ ദളപതി വിജയ് പൊളിറ്റിക്സ് ഒക്കെ ആയിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ പുള്ളിയുടെ പടമില്ലാത്ത ഒരു ഓളവും, പുള്ളിയുടെ സിനിമ റിലീസ് ചെയ്യാൻ ടൈമിൽ വരുന്ന ഒരു ഓളവും, അതേപോലെ തന്നെ സിനിമയുടെ തലേദിവസം നടക്കുന്ന ഒരു പ്രിപ്പറേഷൻസും കാര്യങ്ങളും, അല്ലെങ്കിൽ FDFS കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്ന ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് മിസ് ചെയ്യും. സോ അതൊരു ഭീകര മിസ്സിങ് തന്നെയായിരിക്കും. ഇപ്പോഴും മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ദളപതി 69 കഴിഞ്ഞ് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങി എത്രയും പെട്ടെന്ന് പുള്ളി സിനിമ പാരലായിട്ട് പുള്ളി സിനിമ അപ്പുറത്ത് ചെയ്യട്ടെ എന്നാണ്. കാരണം സിനിമയിലൂടെ അത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് പുള്ളി എല്ലാവരും, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ ദളപതി വിജയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇമോഷൻ തന്നെയാണ്, പ്രത്യേകിച്ച് കേരളവും തമിഴ്നാടും. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു താൽക്കാലികമായിട്ടുള്ള വിടവാങ്ങൽ കൂടിയാണെങ്കിൽ കൂടിയിട്ട് ഭയങ്കരമായിട്ട് നമുക്ക് വിഷമം കിട്ടുന്നുണ്ട്, ഭയങ്കരമായിട്ട് ഫീൽ ആവുന്നുണ്ട്. കാരണം അത്രമാത്രം വിഷമം കിട്ടുന്നൊരു സംഭവം തന്നെയാണ്. സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞത്, എല്ലാവരും കാര്യമല്ല. സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാർ വിജയനെ പരസ്യമായി തള്ളിപ്പറയുന്നവർ പോലും രഹസ്യമായിട്ട് ആരാധിക്കുന്ന ഒരു നടനുണ്ടെങ്കിൽ അത് ഈ മനുഷ്യൻ തന്നെയായിരിക്കും. അതേപോലെ തന്നെയാണ് പുള്ളിയുടെ സ്റ്റാർഡും. എത്ര മാത്രം വലുതാണോ അത്രമാത്രം എളിമയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ റീസെന്റ് കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ നെഗറ്റീവ് മിക്സഡ് റിവ്യൂസ് വന്നു കഴിഞ്ഞാലും സിനിമ കളക്ഷൻസ് തൂത്തുകോരി പോവും, പ്രൊഡ്യൂസർ സേഫ് ആവും. ആ ലെവലിലുള്ള ഒരു മനുഷ്യനാണ്, ആ ലെവലിലുള്ള സ്റ്റാർഡുള്ള മനുഷ്യനാണ്. അപ്പൊ ആ ലെവലിൽ സ്റ്റാർഡുള്ള ഈ മനുഷ്യൻ തന്റെ പീക്ക് ടൈമിൽ വെച്ചിട്ടാണ് ഈ അഭിനയം കാര്യങ്ങളൊക്കെ നിർത്തുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ അവസാനം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അതിന്റെ ഫെയർവെൽ കൊടുത്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു പടമാണ് ദളപതി 69 എന്നുള്ളതാണ് കേൾക്കണത്. ശരിക്കും വിനോദ് പോലത്തെ ഒരു ഡയറക്ടർക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഈ ദളപതി 69. എല്ലാവരും സിനിമാ ലോകം മൊത്തത്തിൽ നോക്കും. കാരണം ദളപതി 69 എങ്ങനെയാണ് വിനോദ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് പലതരത്തിലുള്ള ന്യൂസസ് വരുന്നുണ്ട്. ഇമോഷണലി കണക്ട് ആവുന്ന സിനിമ എന്ന് പറയുന്നുണ്ട്.
നോർമലുള്ള വിജയ് സിനിമ പോലെ ആവില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ പക്ക ഫാൻസിനുള്ള പടമെന്ന് പറയുന്നുണ്ട്. പോലീസ് സ്റ്റോറി എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കിട്ടുന്ന വേറെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 വർഷത്തിന് ശേഷം ഉദയ എന്ന് പറയുന്ന സിനിമയിലായിരുന്നു 20 വർഷത്തിന് മുന്നേ ഉദയ എന്ന് പറയുന്ന സിനിമയിലായിരുന്നു സിമ്രാനും വിജയും കൂടി ഒരുമിച്ച് അഭിനയിച്ചത്. ആ 20 വർഷത്തിന് ശേഷം അവർ വീണ്ടും റീയൂണൈറ്റ് ചെയ്തിട്ട് ഈ സിനിമയിൽ സിമ്രാൻ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഒഫീഷ്യൽ ന്യൂസ് അല്ല, വരുന്ന ന്യൂസസ് ആണ്. അതുപോലെ തന്നെ ബോബി ഡിയോൾ ഈ സിനിമയിൽ വില്ലനാവെന്ന് പറയുന്നുണ്ട്. സോ ഒരുപാട് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നാളത്തെ ഒരു അപ്ഡേഷനിൽ അറിയാൻ പറ്റുമെന്ന് അറിയില്ലെങ്കിൽ കൂടി നാളെ മുതൽ അവിടെ നിന്ന് അപ്ഡേറ്റ്സും കാര്യങ്ങളും തുടങ്ങും. ഒക്ടോബറിൽ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറയണത്. അനിരുദ്ധിൻ്റെയാണ് BGM. അതാണ് എല്ലാവർക്കും ഒരു ഹാപ്പിനെസ് ആയിട്ട് നിൽക്കുന്നത്. കാരണം ബാക്ക് ടു ബാക്ക് അനിയുടെ BGMൽ വിജയുടെ പടങ്ങളൊക്കെ വേറെ ലെവലാണ്, BGMസും മ്യൂസിക്സും ഒക്കെ. സോ ഒരു ലാസ്റ്റ് ടൈം എന്നുള്ള രീതിയിൽ അനി നല്ലൊരു കിട്ടുകാച്ചി തീപ്പൊരു സാധനം തന്നെ കൊടുക്കുന്നത് തന്നെയാണ് നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യണത്. അങ്ങനെ തന്നെ ആവട്ടെ. സോ പറഞ്ഞു വന്നത് ദളപതി 69 വൺ ലാസ്റ്റ് ടൈം എന്നുള്ളത് ആ പ്രൊഡക്ഷൻ ഹൗസ് തന്നെ കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ കുറച്ച് പേഴ്സണലി നമുക്കും ഒരു വീഡിയോ ചെയ്യണം എന്ന് തോന്നി. കാരണം നമ്മുടെ ചാനലിലുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗവും വിജയ് ഫാൻസും വിജയനെ ഇഷ്ടപ്പെടുന്നവരാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് തന്നെയാണ് നമുക്ക് വീഡിയോയ്ക്ക് റീച്ച് കിട്ടുന്ന കാര്യങ്ങളൊക്കെ. പക്ക റീച്ചിന് വേണ്ടി മാത്രം ചെയ്യണതല്ല, നമ്മൾ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയാണ്. ആ കമ്മ്യൂണിറ്റിയിൽ നിങ്ങളുമായി കണക്ട് ചെയ്ത് പോകാനും കൂടി വേണ്ടിയിട്ടാണ് വീഡിയോസും പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇടുന്നത്. സോ പുള്ളി സിനിമ നിർത്താന്ന് പറയുമ്പോൾ നമുക്ക് സങ്കടമുള്ള കാര്യം തന്നെയാണ്. നമ്മളിനി ആളുടെ എന്ത് കണ്ടന്റ് ഇടാം, രാഷ്ട്രീയ കണ്ടന്റ് ഇട്ടിട്ട് നമുക്ക് കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട്. അപ്പോൾ എന്തായാലും നാളത്തെ വൈകുന്നേരത്തെ 5 മണി വരെ അപ്ഡേറ്റിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്താണെങ്കിലും ആ അപ്ഡേറ്റ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും വൺ ലാസ്റ്റ് ടൈം ദളപതി 69 അടിപൊളിയാവട്ടെ. ദളപതി 69നെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.